ഫ്രൈഡ് റൈസ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് എന്ന് പറയൂല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള നല്ലൊരു ഗ്രേവിൻ്റെ റെസിപ്പി, ചിക്കൻ ഗ്രേവിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അതും ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 1.5 കിലോ ചിക്കനോട് എടുത്ത് ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ലെമൺ ജ്യൂസ്, ഒരു 2 സ്പൂണ് സുർക്ക, കുറച്ച് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ആദ്യം മാഗ്നേറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 4-5 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൗഡർ ആഡാക്കി കൊടുക്കുക. ഒരു എഗ്ഗും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം 2 ഭാഗം ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലോണം മുരിച്ചെടുക്കണ്ട, നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. കുറച്ച് നേരം പിന്നെ നമ്മൾ മസാലയിലും ഗ്രേവിയിലും കടക്കാനുള്ളതായതുകൊണ്ട് നല്ലോണം ഫ്രൈ ആക്കണ്ട കേട്ടോ. ഇനി നമുക്കെങ്ങനെ ഇതിക്ക് ഉള്ള ഗ്രേവി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഫ്രൈ ആക്കിയ ഓയിൽ തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ആക്കി കൊടുക്കുക. അത് നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ കാശ്മീർ ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സാധാ മുളകിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ കുറച്ച് ചേർത്തുണ്ടായിരുന്നു കേട്ടോ. കളറിന് വേണ്ടി മാത്രമാണ് നമ്മളതിക്ക് പിന്നെ എരിവ് ചേർക്കുന്നത്. പിന്നെ അത് ആഡാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് നല്ലോണം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഒന്ന് എണ്ണയിലിട്ടിട്ട് തിളച്ച എണ്ണ ഒന്ന് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തിട്ട് മിക്സാക്കിയ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം അതിൽ മിക്സാക്കിയിട്ട് നല്ലോണം ചേർത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് സവാളയും ക്യാപ്സിക്കും വലിയ പീസാക്കി കട്ടാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൽ. ഇനി അത് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അത് നമ്മളിട്ട വെജിറ്റബിൾസും ചിക്കനും മസാലയും കൂടി നല്ലോണം മിക്സ് ആക്കണം, ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അത് മിക്സാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കല്ല, ഒരു 10 മിനിറ്റ് അടിച്ചിടണം. അപ്പോൾ ചിക്കൻ ഫ്രൈത്തെ സ്പൈസ് നമ്മൾ പിന്നെ എരി ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചിക്കനിൽ നമ്മൾ മസാല ആക്കുമ്പോഴുള്ള എരിവ് തന്നെ കേട്ടോ ഇതിലുണ്ടാവുക. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാര ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനാട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയും പൊറോട്ടൻ്റെയും ദോശൻ്റെയൊക്കെ കൂടെ കഴിക്കുക. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ പണി. ഇനി നമുക്കതിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ കുറച്ച് അജിനാമോട്ടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എക്സാക്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന ഗ്രേവി തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രേവിക്കുള്ള പണി. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ വിലയേറിയ കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഞാനത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക. ഓക്കേ.